നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെയ്വ് ബയസ് ക്ലാസിഫയർ എന്നൊരു ടോപ്പിക്കാണ്. നെയ്വ് ബയസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബബിലിസ്റ്റിക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ബേസ്ഡ് ഓൺ ബയസ് തിയറം ആൻഡ് എ സ്ട്രോങ് നെയ്വ്, അതായത് അസംഷൻ ആണ് നെയ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഫീച്ചേഴ്സ് ആർ കണ്ടീഷണലി ഇൻഡിപെൻഡന്റ് ഗിവൺ ദ ക്ലാസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ലൈക്ക് എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. സോ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ടെസ്റ്റ് ക്ലാസിഫിക്കേഷൻ ടാസ്ക്, സ്പാം ഫിൽറ്ററിംഗിന് ഉപയോഗിക്കാം, സെന്റിമെന്റ് അനാലിസിന് ഉപയോഗിക്കാം, പിന്നെ ടോപ്പിക് കാറ്റഗറൈസേഷൻ ഉപയോഗിക്കാം, ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം, അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് ദ കീ ഐഡിയ ഈസ്, ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി കാൽക്കുലേറ്റിംഗ് പ്രോബിലിറ്റി ഓഫ് y ഗിവൺ x, അതായത് y ഗിവൺ എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ആണ്, അതായത് എക്സ് കൊണ്ട് y വരാനുള്ള കാരണം എന്താണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ക്യാൻ ബി കോംപ്ലക്സ്. സോ വി എസ്റ്റിമേറ്റ് പി ഓഫ് എക്സ് ഗിവൺ y ആൻഡ് പി ഓഫ് y, ദെൻ അപ്ലൈ ബയസ് തിയർ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബയസ് തിയറും അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഇവന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് വെദർ സണ്ണി ആണ്, അതേപോലെ തന്നെ ക്ലൗഡ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് അന്ന് ടെന്നീസ് കളിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. സോ ബയസ് തിയറം നമുക്ക് ആദ്യമായിട്ട് പഠിക്കണമെങ്കിൽ പി ഓഫ് y ഗിവൺ എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഗിവൺ y ഇൻറ്റു പി ഓഫ് y ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ്. പി ഓഫ് y ഗിവൺ എക്സ് എന്ന് പറയുന്ന എന്താ പേര്, പോസ്റ്റീരിയർ പ്രോബിലിറ്റി, അതായത് പ്രോബിലിറ്റി ഓഫ് ക്ലാസ് y ഗിവൺ ഫീച്ചേഴ്സ് എക്സ്, എക്സ് കൊണ്ട് y ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതാണ് പോസ്റ്റീരിയർ പ്രോബിലിറ്റി. ഈ ലൈക്ലിഹുഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, പി ഓഫ് എക്സ് ഗിവൺ y എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഒബ്സർവിംഗ് ഫീച്ചേഴ്സ് എക്സ് ഗിവൺ ക്ലാസ് y, അതായത് ക്ലാസ് y ആണ് ഗിവൺ എക്സ് വൺ ഫീച്ചേഴ്സ് ആണ് അങ്ങനത്തെ. പിന്നെ പി ഓഫ് y എന്ന് പറയുമ്പോൾ പ്രയർ പ്രോബിലിറ്റി, അതായത് ഓവറോൾ പ്രോബിലിറ്റി ഓഫ് ക്ലാസ് y. അതേപോലെ തന്നെ പി ഓഫ് എക്സ് എവിഡൻസ് ആണ്, അതായത് പ്രോബിലിറ്റി ഓഫ് ഒബ്സർവിംഗ് ഫീച്ചേഴ്സ് എക്സ് ഇൻ ഓൾ ക്ലാസ്സസ്. അപ്പൊ നമുക്ക് ബയസ് തിയറം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് മെയിൻ ഇക്വേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഓരോ ടേമും എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് നെയ്വ് ഇൻഡിപെൻഡൻസ് അസംഷൻ, അതായത് ഇത് ബയസ് തിയറം ആണ്. നെയ്വ് ബയസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് an assumption that each feature x of j is conditionally independent of the others given the class y. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്വ് ബയസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്നും അതേപോലെ തന്നെ അതിന്റെ അൽഗോരിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ പി ഓഫ് എക്സ് ഗിവൺ y എന്ന് പറയുന്നത് phi of j is equal to 1 to n p of x of j by y, ഗിവൺ y എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഓഫ് ജെ ഗിവൺ y, അങ്ങനെയാണ് നമ്മൾ വായിക്കാറ്. ദിസ് അസംപ്ഷൻ സിംപ്ലിഫൈസ് computation dramatically, especially in high dimensional probabilities problems such as text classification, where n can be in thousands. അതായത് n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ്, അതാണ് നമ്മൾ n എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ക്ലാസിഫിക്കേഷൻ റൂൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് MAP, അതായത് മാക്സിമം എ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞൊരു ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ പ്രൊഡക്ഷൻ ഈസ് മെയ്ഡ് യൂസിങ് ദ മാക്സിമം എ പോസ്റ്റീരിയർ, അതായത് MAP എസ്റ്റിമേറ്റ് ആണ്. അപ്പൊ y ബാർ എന്ന് പറയുന്നത് ആർഗ്മാക്സ് ഓഫ് പി ഓഫ് y ആൻഡ് phi is equal to j is equal to 1 to n p of x of j given y. So in practice we often work in the logarithmic domain to prevent underflow and improve numerical stability. So y bar എന്ന് പറയുന്നത് argmax of y belongs to y log p of y plus sigma j is equal to 1 to n log p of x of j given y. നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഡെറിവേഷൻ ടൈപ്സ് സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ വേരിയൻസ് ഓഫ് നെയ്ബേഴ്സ് നോക്കുകയാണെങ്കിൽ ഗോഷ്യൻ നെയ്ബേഴ്സ് ഉണ്ട്, മൾട്ടിനോമിയൽ നെയ്ബേഴ്സ് ഉണ്ട്, ബെർണോളിസ് നെയ്ബേഴ്സ് ഉണ്ട്. അതായത് ഓരോന്നിനോട് ഉപയോഗിക്കുന്നത് ഫോർ കണ്ടിന്യൂസ് ഫീച്ചേഴ്സ്, അതായത് കണ്ടിന്യൂസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതാണെങ്കിൽ assumes they follow a normal distribution, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യാറ്. മൾട്ടിനോമിയൽ ആകുമ്പോൾ എന്താണ്, ഫോർ ഡിസ്ക്രീറ്റ് കൗണ്ട്സ്, അതായത് വേർഡ് ഫ്രീക്വൻസി കൗണ്ട്സ്, ഡോക്യുമെന്റിലുള്ള വേർഡ് ഫ്രീക്വൻസി ആ സംഭവമൊക്കെ ഉണ്ടാവില്ലേ, വൊക്കാബുലറി കൗണ്ട് ആ സംഭവമൊക്കെയാണ് നമ്മൾ മൾട്ടിനോമിയൽ നെയ്ബേഴ്സിൽ നോക്കുന്നത്. അതേപോലെ തന്നെ ബെർണോളി നെയ്ബേഴ്സിൽ ബൈനറി ഫീച്ചേഴ്സ്, അതായത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ടേം, അതായത് സ്പാം ആണോ നോൺ സ്പാം ആണോ, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോ നമ്മുടെ ലോണ് ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. സോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ഫോർ ലാർജ് ഡാറ്റ സെറ്റ്സ്, പെർഫോംസ് വെൽ ഇൻ ഹൈ ഡയമെൻഷൻ സ്പേസസ്,
requires less training data compared to many other algorithms, often robust to irrelevant features. Limitations നോക്കുകയാണെങ്കിൽ എന്താണ്? Strong independence assumptions rarely holds in real world data. അതായത് സ്ട്രോങ് ഇൻഡിപെൻഡൻസ് ആണ് അസംഷൻസ്, അതായത് സ്ട്രോങ് ഇൻഡിപെൻഡന്റ് അസംഷൻസ് ആണ് മേക്ക് ചെയ്യുക. അതായത് റയർലി ആണ്, അതായത് ഇപ്പോ ആ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് അസംഷൻസ് നമുക്ക് റിയൽ വേൾഡ് ഡാറ്റയിൽ അധികം കാണാൻ പറ്റില്ല. അതായത് വെർച്വൽ ഡാറ്റയിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നമ്മള് ലൈക്ക് ആ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. സോ പെർഫോംസ് പുവർലി വെൻ ഫീച്ചേഴ്സ് ആർ ഹൈ കോറിലേറ്റഡ്. അതായത് ഹൈലി കോറിലേറ്റഡ് ആകുമ്പോൾ പുവർലി ആ ഫീച്ചേഴ്സ് ഒക്കെ പുവർലി പെർഫോം ചെയ്യുന്നതാണ്. ആൻഡ് സീറോ പ്രോബിലിറ്റി ഇഷ്യൂ, അതായത് ഇഫ് എ ഫീച്ചർ നെവർ അപ്പിയേഴ്സ് ഇൻ എ ക്ലാസ് ഡ്യൂറിംഗ് ട്രെയിനിങ് ഇറ്റ്സ് പ്രോബിലിറ്റി ബിക്കം സീറോ. അതായത് ക്യാൻ ബി ഫിക്സ് വിത്ത് സ്മൂത്തിങ്. അതായത് ഇപ്പോ ആ ഒരു ഡാറ്റ ആ ഒരു ഫീച്ചർ അത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്തായാലും സീറോ ആയിരിക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് സ്മൂത്തിങ് കൂടെ നോക്കാന്ന് പറയുന്നത്. ഇപ്പൊ ലാപ്ലേസ് സ്മൂത്തിങ് എന്നൊരു ടെക്നോളജി ഉണ്ട്. അതായത് ടെക്നോളജി അല്ല, ഒരു മെത്തേഡാണ്. അതിപ്പോ നമ്മളിപ്പോ ഒരു ഫീച്ചർ, അതായത് ഇപ്പൊ ടെസ്റ്റ് ഡാറ്റയിൽ ഒരു ഫീച്ചർ വന്നു. അപ്പൊ ആ ഫീച്ചർ നമ്മൾ ട്രെയിനിങ് ഡാറ്റയിൽ ഇതിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു അൺസീൻ ഡാറ്റ ആയില്ലോ അത്. ആ അൺസീൻ ഡാറ്റ ഇപ്പൊ എക്സ് ഓഫ് ജെ ഇസ് ഈക്വൽ ടു എ കൊമ വൈ. എ കൊമ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? കൗണ്ട് ഓഫ് സാമ്പിൾസ് വിത്ത് എക്സ് ഓഫ് ജെ ഇസ് ഈക്വൽ ടു എ ആൻഡ് ക്ലാസ് വൈ. സോ ഈ +1 നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ടേം സീറോ ആയി പോയി. അപ്പൊ സീറോ ബൈ ഈ വൈ എന്ന് പറയുന്നത് എന്താണ്? കൗണ്ട് ഓഫ് സാമ്പിൾസ് വിത്ത് ക്ലാസ് വൈ ആൻഡ് കെ ഈക്വൽ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഓഫ് ജെ. അപ്പൊ നമുക്ക് ഈ ലാപ്ലേസ് സ്മൂത്തിങ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറോ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ, അതായത് ഈ ഡിനോമിനേറ്ററിൽ സീറോ എന്ന് പറഞ്ഞിട്ട് ആ സീറോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡിനോമിനേറ്റർ അല്ല നോമറേറ്ററിൽ സീറോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ലാപ്ലേസ് സ്മൂത്തിങ്. അതായത് ഒരു +1 ആഡ് ചെയ്യണം. അതായത് ഇപ്പോ ഇത് ഈ ടേം സീറോ ആയിരിക്കും കഴിഞ്ഞാലും സീറോ ബൈ എനി നമ്പർ ഒരു ലൈക്ക് സീറോ തന്നെ ആവും. അതേപോലെ ആ പ്രോബിലിറ്റി ഇല്ലാതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? +1 ആയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 1/0/5 ആണെന്ന് വെച്ചോ, അതേപോലെ തന്നെ 0/6 അങ്ങനത്തെ ഓരോ സാധനം ഉണ്ടാവും. ആ പ്രോബിലിറ്റി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാപ്ലേസ് സ്മൂത്തിങ് ചെയ്യണേ. അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ സീറോന്റെ കൂടെ ഒരു +1 കൂടെ ആഡ് ചെയ്യണം. ആ +1 ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് നമുക്ക് ഈ മെഷീൻ ലേണിംഗ് പറഞ്ഞ ടോപ്പിക്കിൽ അധികം പഠിക്കാറില്ല. നമുക്ക് എങ്ങനെയാണ് ഈ നെയ് ബയാസ് ഉള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റുക, അങ്ങനെയാണ് നമുക്ക് നോക്കാറ്. ലാപ്ലേസ് സ്മൂത്തിങ്ങിനൊക്കെ SN ഉള്ള NLP റിലേറ്റഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ, സെന്റിമെന്റ് അനാലിസിസ്, മെഡിക്കൽ ഡയഗ്നോസിസ്, ന്യൂസ് കാറ്റഗറൈസേഷൻ, റിയൽ ടൈം ഡോക്യുമെന്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. നമുക്ക് എക്സാമ്പിൾ, അതായത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. വെതർ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതൊക്കെ ഫീച്ചേഴ്സ് ആണ്. ഈ പ്ലേ ടെന്നീസ് ആണ് നമ്മുടെ ടാർഗറ്റ്. അതായത് ഇപ്പോൾ വെതർ സണ്ണി ആണ്, ടെമ്പറേച്ചർ ഹോട്ട് ആണ്, ഹ്യൂമിഡിറ്റി ഹൈ ആണ്. അപ്പൊ നമുക്ക് പ്ലേ ടെന്നീസ് ലോ, അതായത് ടെന്നീസ് ഇവിടെ കളിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ്, അതായത് ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം. അതായത് വെതർ സണ്ണി ആണ്, ടെമ്പറേച്ചർ ഹോട്ട് ആണ്, ഹ്യൂമിഡിറ്റി ഹൈ ആണ്, അപ്പൊ നമുക്ക് ടെന്നീസ് കളിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ വെയിലത്ത് ടെന്നീസ് കളിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഓവർകാസ്റ്റ്, വെതർ ഓവർകാസ്റ്റ് ആണ്, ടെമ്പറേച്ചർ ഹോട്ട് ആണ്, ഹ്യൂമിഡിറ്റി ഹൈ ആണ്, അപ്പൊ പ്ലേ ടെന്നീസ് യെസ്. അങ്ങനെ ഇപ്പൊ റെയിനി ആണ്, മൈൽഡ് ആണ്, ഹൈ ആണ്, ഇപ്പൊ യെസ്. റെയിനി ആണ്, കൂളാണ്, നോർമൽ ആണ്, യെസ്. അപ്പൊ ഈ ഡാറ്റാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ടെന്നീസ് കളിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് ബൈനറി ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ബാക്കി ഈ സമൂഹങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് ഇപ്പോ ഈ 3 സാധനങ്ങൾ നോക്കിയിട്ട് നമുക്ക് ടെന്നീസ് കളിക്കാൻ പറ്റുന്ന പ്രോബിലിറ്റി എത്ര നമുക്ക് നോക്കാവുന്നതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ this table can be used to calculate the posterior probability P of I. So calculate like use the P of X of J given Y, apply bias theorem to classify a new sample. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലത്തില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ ഈ ടേബിളും തരും, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും തരും. അതായത് ഇപ്പൊ വെതർ സണ്ണി ആണ്, ടെമ്പറേച്ചർ ഹോട്ട് ആണ്, ഹ്യൂമിഡിറ്റി ഹൈ ആണ്, ഇപ്പൊ ടെന്നീസ് കളിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു സബ് പാർട്ട് കൂടി ഉണ്ടാവും. ആ സബ് പാർട്ട് ഉണ്ടെങ്കിലാണ് ഈ ക്വസ്റ്റ്യൻ ഫുൾഫിൽ ആവുള്ളൂ. ആ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ